ഹായ് ഫ്രണ്ട്സ്, ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ട് വരികയാണേ. ഞാൻ ന്യൂ ഇയർ വീഡിയോ എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കപ്പോൾ അതിന് മുൻപേയായിട്ട് 2023 എന്ന വർഷം കടന്നു പോകാണല്ലോ. അപ്പൊ ഒരുപാട് എന്തൊക്കെയോ ഒരു ഫീലിങ്സ് അനുഭവപ്പെട്ടു. അപ്പൊ 2023 എനിക്ക് ഒരുപാട് പ്രിയപ്പെട്ട വർഷമാണ്. അതുകൊണ്ട് തന്നെ 2023 വർഷത്തിനോട് എനിക്ക് ഒരുപാട് നന്ദി പറയണം തോന്നി. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വർഷം തന്നെയാണ്. അപ്പൊ 2023 എന്ന ഈ വർഷം കടന്നു പോകുമ്പോൾ എനിക്ക് ഒരുപാട് താങ്ക്സ് ആ 2023 കൊടുക്കേണ്ടതുണ്ട്. അപ്പം 2024 വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം 2023 വന്നു. 2023 ഒരുപാട് അത്ഭുതങ്ങൾ, ഒരുപാട് സന്തോഷങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം എനിക്ക് തന്നു 2023. അതൊന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 2023 എനിക്ക് വളരെ ഓർമ്മിക്കേണ്ട, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വർഷം തന്നെയാണ് കേട്ടോ. അപ്പോൾ 2023 എനിക്ക് ഈ ടാരോട്ട് റീഡിങ് ഞാൻ എന്റെ ലൈഫിലേക്ക് വന്നത്. അത് എന്റെ തന്നെ ജീവിതത്തിലെ ചില പ്രധാന കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടാണ് ദൈവം എനിക്ക് ടാരോട്ട് റീഡിങ് എന്റെ മുൻപിൽ എത്തിച്ചത്. എനിക്കത് പഠിക്കണം തോന്നി, ഞാൻ പഠിച്ചു. അത് ഞാൻ എനിക്ക് ഒരു 2023 കുറെ ഘട്ടത്തിൽ എനിക്കിതൊരു നല്ലൊരു വരുമാന മാർഗം കൂടെ തന്നെയായിരുന്നു. അതോടൊപ്പം ഒരുപാട് പേർക്ക് അവരുടെ ലൈഫിലേക്ക് പുതിയൊരു ജീവിതം കൊടുക്കാൻ എനിക്ക് ഈ ടാരോട്ട് റീഡിങ്ങിലൂടെ കഴിഞ്ഞു. ഒരുപാട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ, അവരുടെ കണ്ണുനീര് തുടയ്ക്കാൻ, ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ഈ ടാരോട്ട് റീഡിങ്ങിലൂടെ കഴിഞ്ഞു. ടാരോട്ട് റീഡിങ് എന്റെ കയ്യിൽ കിട്ടിയതിന് 2023 എന്ന വർഷത്തിനും യൂണിവേഴ്സിനും ദൈവത്തിനും ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അത്രയും എനിക്ക് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു ഭാഗ്യമായിട്ടാണ് ടാരോട്ട് റീഡിങ് എന്റെ കയ്യിലേക്ക് വന്നത്. ഞാൻ കരുതുന്നു, ഞാൻ സ്വപ്നത്തിൽ പോലും ഇങ്ങനത്തെ ഒരു ലൈഫിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഇത് എന്റെ ലൈഫിലെത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേർക്ക് അനുഗ്രഹമായിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ടാരോട്ട് റീഡിങ്. വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ് ടാരോട്ട് റീഡിങ്ങിലൂടെ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ തീർച്ചയായിട്ടും നന്മ തന്നെ ഉണ്ടാകും. ചീത്തയായിട്ടുള്ള കാര്യങ്ങൾക്ക്, മോശമായിട്ടുള്ള കാര്യങ്ങൾക്ക് ടാരോട്ട് റീഡിങ് ഉപയോഗിച്ചാൽ മോശമായിട്ടുള്ള നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. എന്നെ സംബന്ധിച്ചോളം ടാരോട്ട് റീഡിങ് ഞാൻ വളരെ നല്ല കാര്യങ്ങൾക്ക്, നല്ലതിന് വേണ്ടി, നല്ല കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, നല്ലത് മറ്റുള്ളവരുടെ ലൈഫിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ടാരോട്ട് റീഡിങ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്റെ ലൈഫിലും നല്ലത് മാത്രമേ ഇതുവരെ സംഭവിച്ചിട്ടുള്ളൂ. ഇനിയും നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നാണ് എന്റെ വിശ്വാസം. അപ്പോൾ നിങ്ങളും എല്ലാവരും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക ടാരോട്ട് റീഡിങ്. മോശമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ നിങ്ങളുടെ ലൈഫിലേക്ക് മോശമായിട്ടുള്ള നെഗറ്റീവ് എനർജി തന്നെ വന്ന് സംഭവിക്കും. അപ്പോ എനിക്ക് 2023 എന്ന് പറയുന്ന വർഷത്തിൽ ഒരുപാട് സന്തോഷങ്ങൾ വന്നിട്ടുണ്ട്. വളരെ പ്രതീക്ഷയുള്ള ഒരു വർഷമായിരുന്നു. ഇനി അതിനേക്കാൾ വളരെ അധികം പ്രതീക്ഷയുള്ള ഒരു വർഷമായിട്ടാണ് ഞാൻ 2024 കാണുന്നത്. ഈ ഒരു 2023 കടന്നു പോകുമ്പോൾ എന്തോ ഒരു വേർപാട് അനുഭവപ്പെടുന്നു, എന്തോ ഒരു സങ്കടം അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം വളരെ പ്രതീക്ഷയോടെ, സന്തോഷത്തോടെ 2024 വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. പല കാര്യങ്ങളും, നല്ല നല്ല കാര്യങ്ങൾ ലൈഫിലേക്ക് വരുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അപ്പം ഒരുപാട് ഈ 2023 എന്ന വർഷത്തിന് ഒരുപാട് താങ്ക്സ്, ഒരുപാട് ഓർമ്മിക്കേണ്ട ഒരു വർഷം തന്നെയാണ്. നിങ്ങളും വളരെ നന്ദിയോടെ, വളരെ താങ്ക്ഫുൾ ആയിരിക്കണം 2023. അധികം നന്മയോട് തന്നെ ഓർക്കുക. അതോടൊപ്പം 2024 സന്തോഷപൂർവ്വം വരവേൽക്കുക. അപ്പോൾ എനിക്ക് ഇത്രയൊന്നും പറയാൻ വേണ്ടിയിട്ടാണ് ഇത് ചെറിയ വീഡിയോ ഇട്ടത്. അതോടൊപ്പം എനിക്കൊരു ചെറിയ എസ്ഒറിന്റെ ക്വസ്റ്റ്യനും കൂടെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 3 കാർഡുകൾ ഞാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും പ്രാർത്ഥിച്ചിട്ട് ആ കാര്യം മനസ്സിൽ വിചാരിക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു കാർഡ് സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് 1ാമത്തെ കാർഡാണ്, ഇത് 2ാമത്തെ കാർഡാണ്, ഇത് 3ാമത്തെ കാർഡാണ്. അപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന കാര്യത്തിനെ വിചാരിച്ചിട്ട് യെസ് ആണോ നോ ആണോ നിങ്ങൾ നോക്കുക. അപ്പൊ ഞാൻ 1ാമത്തെ കാർഡ് എടുക്കാം. നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന കാര്യം യെസ് ആണ്. അപ്പൊ നിങ്ങളുടെ സമയം ഒരു ഭാഗ്യ സമയത്തിലേക്ക് വരികയാണ്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് 2024 ഭാഗ്യത്തിന്റെ വർഷമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോവാണ്. ഇനി നമുക്ക് 2ാമത്തെ കാർഡ് നോക്കാം. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് 2 ആണെങ്കിൽ നോക്കുക. ഇത് നിങ്ങൾക്കൊരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്. ഹാങ്ങർ വൈൻ. നിങ്ങൾ എന്തോ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ കുറച്ചും കൂടെ താമസമുണ്ട്. ഇപ്പൊ ഒരു സ്റ്റക്ക് ആയിട്ടുള്ള അവസ്ഥയിൽ നിൽക്കുകയാണ്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരിക തന്നെ ചെയ്യും കേട്ടോ. പക്ഷെ ഇപ്പൊ ഒന്ന് സ്റ്റക്കാണ്. 3ാമത്തെ കാർഡ് നോക്കാം. 3ാമത്തെ കാർഡും നിങ്ങൾക്ക് എസ് ആണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിക്കഴിഞ്ഞു. അത് 10 ഓഫ് പെന്റിക്കിൾസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞൊരു വർഷമായിട്ട് 2024 കാണുന്നു. 2024 സംഭവിക്കാൻ പോകണം. നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം സംഭവിക്കാൻ പോകണം. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉത്തരം എസ് ആണ്. ഓക്കെ.
അപ്പൊ ഈ ഒരു ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും 2023-നും 2023-ൽ എന്റെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കൾക്കുണ്ട്. ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്ക് ടാരോട്ട് റീഡിങ്ങിലൂടെ കിട്ടി. ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഈ ടാരോട്ട് റീഡിങ്ങിലൂടെ എന്റെ ലൈഫിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാത്തിനും 2023-നും എന്റെ ലൈഫിലേക്ക് വന്നിരിക്കുന്ന എല്ലാ നല്ല സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും, എൻ്റെ കുടുംബത്തിനും എനിക്കും ദൈവം തന്നിരിക്കുന്ന എല്ലാ ഐശ്വര്യങ്ങൾക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. യൂണിവേഴ്സിന് നന്ദി, എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ദൈവത്തിനും നന്ദി, എല്ലാവർക്കും നന്ദി. അപ്പോൾ അതോടൊപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ സ്നേഹത്തോടെ എല്ലാവർക്കും ഞാൻ നേരുന്നു. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ അവസാനിച്ചിരിക്കുന്നു. നമുക്ക് എൻ്റെ പുതുവർഷ വീഡിയോ കാണാം. ഇതിന്റെ പുറകെ തന്നെ എൻ്റെ ന്യൂ ഇയർ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ.